എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അമൃത. ഇത് എൻ്റെ ടാറോ റീഡിംഗ് ചാനലാണ് ചന്ദ്രകണ്ഠ ടാറോട്ട്. ഞാൻ ചന്ദ്രകണ്ഠ ടാറോട്ട് ചാനലിൽ കൂടുതലും ഇംഗ്ലീഷിലാണ് ടാറോ റീഡിങ്സ് ചെയ്യുന്നത്. ഇപ്പോൾ ജന്മാഷ്ടമിയായി ഇന്ന് തൊട്ട് ആഴ്ചയിലൊരിക്കൽ ഞാൻ മലയാളത്തിൽ ഒരു ടാറോ റീഡിംഗ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ മലയാളത്തിൽ എൻ്റെ നാട്ടിലുള്ള കേരളത്തിലുള്ള ടാറോ റീഡിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ആഴ്ചയിലൊരിക്കൽ ഒരു റീഡിംഗ് മലയാളത്തിലിടാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നമുക്ക് കൂടുതൽ എൻഗേജ്മെൻറ്റ്സ് ഉണ്ട്, കൂടുതൽ ആളുകൾക്ക് അത് താല്പര്യമുണ്ട് കാണാമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതൽ വീഡിയോസ് മലയാളത്തിൽ കൊണ്ടുവരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു, എല്ലാവരും സ്വസ്ഥമായിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ജന്മാഷ്ടമിയാണ്. അപ്പോൾ ഇന്ന് ജന്മാഷ്ടമിയായിട്ട് എന്താണ് കൃഷ്ണന് നിങ്ങളോട് പറയാനുള്ളത്? നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിനെ കുറിച്ച്, ഇപ്പോഴത്തെ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് എന്താണ് കൃഷ്ണന് നിങ്ങളോട് പറയാനുള്ളത് എന്നാണ് നമ്മൾ ഈ 3 ഫയലുകളിലൂടെയായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് 1ൻ്റെ ഫയൽ, ഇത് ഗ്രൂപ്പ് 2ൻ്റെ, ഇത് ഗ്രൂപ്പ് 3യുടെ. അപ്പോൾ ഓരോ ഗ്രൂപ്പിനുള്ള ടൈം സ്റ്റാമ്പ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കപ്പോൾ ഏതാണോ നിങ്ങളുടെ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻറ്റ്യൂറ്റീവ്ലി ചിന്തിച്ചുകൊണ്ട് നിങ്ങളൊരു ഗ്രൂപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുക, ഒരു ഫയൽ സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഇതിൻ്റെ തംബ്നെയിൽ നോക്കിയപ്പോൾ ആദ്യം കണ്ട ഫയൽ, ഓക്കെ, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നിങ്ങളുടെ അറ്റൻഷൻ ഇതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫയലിലേക്ക് പോയിട്ടുണ്ടാവും. അതാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, എപ്പോഴും അത് മനസ്സിലാക്കുക. അങ്ങനെയാണ് ഇൻറ്റ്യൂറ്റീവ്ലി നമുക്ക് സയൻസ് ലഭിക്കുക. ഓക്കെ, ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മൾ ചിന്തിക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ ഒരു പെർട്ടിക്കുലർ, ഇപ്പോൾ ഇവിടെ ഫയൽസാണ്, ഫയൽസിലെ ഇതിലൊന്നിലേക്ക് നമ്മൾ നമ്മുടെ കണ്ണടക്കിയിട്ടുണ്ടാവും. അതാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന് കേട്ടു നോക്കൂ. അപ്പം എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, 2 ഫയൽസ് തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ട്, ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും തമ്മിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നാണെങ്കിൽ 2 ഗ്രൂപ്പിലെയും കേട്ടു നോക്കിക്കോളൂ. എന്നിട്ട് നിങ്ങളുടെ ലൈഫായിട്ട് കണക്ട് ചെയ്ത് ഉള്ള മെസ്സേജുകൾ മാത്രം സ്വീകരിക്കുക. ഇത് എന്താ പറയുക, കുറേ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ എനർജി ഉണ്ടാവും, കളക്റ്റീവ് റീഡിംഗ് ആണല്ലോ. അപ്പോൾ എന്താ പറയുക, എല്ലാ മെസ്സേജസും ഒരാൾക്കുള്ളതായിരിക്കില്ല. ഓക്കെ, അതിലേതെങ്കിലുമൊക്കെയാണ് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതമായിട്ട് യാതൊരു കണക്ഷൻ തോന്നുന്നില്ല, പക്ഷേ ഞാൻ ചൂസ് ചെയ്ത ഫയലാണല്ലോ, അപ്പോൾ അത് എനിക്കുള്ള മെസ്സേജ് തന്നെ ആയിരിക്കുമോ എന്ന് വിചാരിച്ച് ഇരിക്കേണ്ട. നമ്മളായിട്ട് യാതൊരു കണക്ഷൻ ഫീൽ ചെയ്യണമെങ്കിൽ അത് നമുക്കുള്ളതല്ല. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽ ചൂസ് ചെയ്യാനുള്ള സമയം തരാണ്. എന്നിട്ട് നമുക്കവിടെ കാണാം. ഹലോ ഗ്രൂപ്പ് 1. അപ്പോൾ ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ഫയൽ എന്ന് വെച്ചാൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ജന്മാഷ്ടമിയായിട്ട് ഗുരുവായൂരപ്പന്, എൻ്റെ പേര് ഗുരുവായൂരപ്പൻ എന്ന് വരിക, എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? ഓക്കെ, കൃഷ്ണൻ എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിവിടെ ഒരു കുഞ്ഞികൃഷ്ണൻ ഇരിക്കുന്നുണ്ട്. ഈ അടുത്ത് എനിക്ക് കിട്ടിയ കൂട്ടാണ്. നമുക്ക് കിട്ടിയ കാർഡ്സ് എന്ന് പറയുന്നത് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയേക്കണേ, 2 ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, നിങ്ങളുടെ ചിലപ്പോൾ ഒരു എർത്ത് സൈൻ പ്ലേസ്മെൻറ്റ് ഉണ്ടാവും കേട്ടോ. സോഡിയാക് സൈൻ, സൺ മൂൺ റൈസിങ്ങിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ ഇതിൽ ഏതെങ്കിലും ഒരു പ്ലേസ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ എർത്ത് പ്ലേസ്മെൻറ്റിൻ്റെ എനർജി കൂടുതൽ കാണുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ആൻഡ് നമുക്ക് സ്റ്റാർ കാർഡ് കിട്ടിയിട്ടുണ്ട്, പേജ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, ഏസ് ഓഫ് വാൻസ്, മൂൺ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തന്നെ ഇംഗ്ലീഷ് റീഡിങ് ഞാൻ ഇട്ടിട്ടുണ്ട്. സെയിം സ്പ്രെഡ് തന്നെയാണ്, ഇംഗ്ലീഷ് റീഡിങ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കാണാം, അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ കാണുന്നുണ്ടെങ്കിൽ ഇത് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, വളരെ വലിയൊരു ആഗ്രഹമുണ്ട്, കുറേ നാളിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹം. ചിലപ്പോൾ അത് എന്താ പറയുക, ഏതെങ്കിലും നമ്മൾ ഒരു കമ്പനി, ഒരു പ്രത്യേക കമ്പനി, ആ കമ്പനിയിൽ തന്നെ എനിക്ക് ജോലി കിട്ടണം അതായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന ഒരു ജോലി, ഒരു പ്രത്യേക ജോലി അത് എനിക്ക് കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ജോലി സംബന്ധമായിട്ട് പുതിയൊരു ജോലി, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ പുതിയൊരു ജോലി, ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ. ഓക്കെ, അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ജോലിയിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ അതിൽ പ്രൊമോഷനോ അല്ലെങ്കിൽ എന്താ സാലറി ഹൈക്കോ, അങ്ങനെ എന്താണോ നിങ്ങളുടെ, ഇപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ആണെങ്കിൽ തന്നെ അതിൽ നിങ്ങൾക്കൊരു പ്രത്യേക ആഗ്രഹം ഉണ്ടാവും അല്ലേ, ഇന്നൊരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യണം. അപ്പം നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ പ്രൊഫഷനെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ളൊരു വലിയ വിഷ് എന്താണോ അത് നടത്തി തരാം എന്നാണ് കൃഷ്ണൻ ഇവിടെ പറയണത്. കൃഷ്ണൻ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നടന്നു എന്ന് വിചാരിച്ചോളൂ എന്നാണ് ഇവിടെ പറയണത്. ഓക്കെ, ഏസ് ഓഫ് പെൻറ്റക്കിൾസും സ്റ്റാറും വെച്ചിട്ട് എനിക്ക് മനസ്സിലാവണത്, എനിക്ക് കിട്ടുന്ന എനർജി അതാണ്, അത് നടന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. കാരണം അതാണ് ജന്മാഷ്ടമിയായിട്ട് നിങ്ങൾക്ക് കൃഷ്ണൻ ഉണ്ണിക്കണ്ണൻ കൊണ്ട് തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജോലിയിൽ അങ്ങനെ ഈ ഒരു നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുക വഴി നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് കൂടുതൽ സ്വസ്ഥത അനുഭവിക്കും. കുറച്ചും കൂടെ എന്താ പറയുക, നിങ്ങൾക്കൊരു സമാധാനമുള്ളൊരു അന്തരീക്ഷമായിരിക്കും എന്നാണ് പറയണത്. അപ്പോൾ നല്ല വാർത്ത, ശുഭവാർത്ത, നിങ്ങളുടെ
ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ, വലിയ തീവ്രമായ ആഗ്രഹം എന്താണോ, അതാണ് ഞാൻ കേൾക്കണത്, തീവ്രമായ ആഗ്രഹം എന്താണോ അത് സംബന്ധിച്ച് നല്ലൊരു വാർത്ത വളരെ പെട്ടെന്ന് വരുന്നുണ്ട്. ഏസ് ഓഫ് വാൺസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, വാൺസ് എനർജി എന്ന് പറഞ്ഞാൽ ആഴ്ചകളാണ്. നമ്മളിപ്പോൾ സമയത്തിൻ്റെ ഇതിലെടുക്കുകയാണെങ്കിൽ വാൺസ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കലേ പെട്ടെന്ന് തന്നെയാണ് നിങ്ങൾക്കിത് റിസീവ് ചെയ്യാൻ പോണത്, ഈ ഒരു നിങ്ങളുടെ ആഗ്രഹം സബലീകരിക്കാൻ പോണത്. അപ്പോൾ നിങ്ങളോട് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഈ റീഡിങ് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും എങ്ങനെ നടക്കാനാണ്, എനിക്കിപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ നോക്കുമ്പോൾ ഒരു തരത്തിൽ ഞാൻ ഈ ആഗ്രഹിക്കുന്ന ജോലിയിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കാൻ ഞാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, കൃഷ്ണനോട് പറയണത്, കൃഷ്ണനെ എന്താ പറയുക, മുഴുവനായിട്ട് വിശ്വസിക്കുക. ഓക്കെ, നിങ്ങൾക്കിപ്പം മുന്നോട്ട് നോക്കുമ്പോൾ എങ്ങനെ ഇതിൽ നേടിയെടുക്കണം, നിങ്ങളുടെ ഈ ആഗ്രഹം എങ്ങനെ നേടിയെടുക്കണമെന്ന് നിങ്ങൾക്കൊരു അറിവില്ല രൂപവും ഇല്ലാണ്ട് ഇരിക്കുകയാണെങ്കിൽ, കൃഷ്ണൻ പറയാണ്, എന്നെ കണ്ണടച്ച് വിശ്വസിക്കുക, ഇത് നടന്നു എന്ന് വിശ്വസിക്കുക. അങ്ങനെ ഇരിക്കണം, ആ ഒരു എനർജിയിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ നിങ്ങളെപ്പോൾ നിങ്ങളുടെ ഈ ജോലി സംബന്ധമായി നിങ്ങളുടെ തീവ്രമായ ആഗ്രഹത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അത് നടന്നൂലോ, അതെനിക്ക് ഉണ്ണിക്കണ്ണം നടത്തി തരുമല്ലോ, അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കേണ്ടത് എന്നാണ് കൃഷ്ണൻ പറയണത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ പൂർണ്ണ മനസ്സാലെ നിങ്ങൾ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഈ നിങ്ങളുടെ ആഗ്രഹം, തീവ്രമായ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഓക്കെ, ഇതാണ് ജന്മാഷ്ടമിയായിട്ട് ഉണ്ണിക്കണ്ണന് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ നാട്ടിലും ഒരു കൃഷ്ണക്ഷേത്രമുണ്ട്. അപ്പോൾ എനിക്ക് അവിടുത്തെ കൃഷ്ണൻ്റെ പേര് ഇങ്ങനെ വായിൽ വരിക. അപ്പോൾ ഞാനതിപ്പോൾ അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കണില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഉണ്ണിക്കണ്ണൻ അതാണ് പറയണത് കേട്ടോ. ഇപ്പോൾ ജന്മാഷ്ടമിയായിട്ട് ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളായിട്ട് റെസനേറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ നിങ്ങളുടെ റീഡിംഗ് ആണ്, നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ എന്നെ കമൻസിൽ അറിയിക്കണം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻസിൽ എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും റീഡിങ്സ് മലയാളത്തിൽ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇംഗ്ലീഷിൽ ചെയ്തിട്ടുള്ള ടാരോ റീഡിങ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിലും എന്നോട് കമൻസിലൂടെ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ജന്മാഷ്ടമി ഗൈഡൻസ്. ഇത് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രകണ്ഠ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇങ്ങനത്തെ മലയാളത്തിലുള്ള റീഡിങ്സ് ഇനി മുതൽ കേട്ട് തുടങ്ങാം. പിന്നെ അതുപോലെ തന്നെ വേറെ എന്താ പറയാനുള്ളത്, നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ഇമെയിൽ ചെയ്യുകയോ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജന്മാഷ്ടമി ആശംസിക്കണു. എല്ലാം നന്നായി വരട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത റീഡിങ്ങിൽ കാണാം. അപ്പോൾ ഗ്രൂപ്പ് 2, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പൈലാണ് ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ ഗ്രൂപ്പ് 2-ലുള്ളവരാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഷോർട്ട് പൈൽ റീഡിങ്സ് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി കാർഡ്സ് ഷഫിൾ ചെയ്തെടുത്ത് വയ്ക്കും. അപ്പോൾ ഞാനൊരു കൺഫർമേഷൻ ചോദിക്കും, എപ്പോഴാണോ ഞാൻ ഷഫ്ലിങ് സ്റ്റോപ്പ് ചെയ്യേണ്ടതെങ്കിൽ എനിക്ക് കൺഫർമേഷൻ ഇന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടാറുണ്ട്. നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കാർഡ്സ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളോട് ഉണ്ണിക്കണ്ണന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ എന്താണ് എന്നുള്ളത്. നോക്കേ, മുകളിൽ നിന്ന് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലൊരു പുതിയ, അതായത് വളരെ ന്യൂ എനർജിയാണ്, എല്ലാം കൊണ്ടും പുതുതായിട്ടുള്ള ഒരു എന്താ പറയണ്ടേ, ന്യൂ സ്റ്റാർട്ട് എന്ന് പറയില്ലേ, അതാണ് ഞാൻ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ട്, നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വേണം, നിങ്ങളുടെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ വേണമെങ്കിലും ആവാം, നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനായി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കുറച്ച് നാളായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, അതാണ് ഉണ്ണിക്കണ്ണൻ ഈ ജന്മാഷ്ടമിയായിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു കാര്യം. ഓക്കെ, ഐ ഡോണ്ട് നോ വൈ ഈ സ്പ്രെഡ് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. കാരണം കാർഡ്സ് സെയിം ആയിട്ടാണ് എടുത്തത് എങ്കിലും സ്പ്രെഡ് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു തരത്തിൽ അങ്ങനെ തന്നെ പോകാനാണ് പറയണത് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പോവാണ് കേട്ടോ. അതെ, നിങ്ങൾക്ക് ഈ ഒരു പുതിയ തുടക്കം, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തുടക്കം ഉണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓഫർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, നിങ്ങളെ തേടി വരുന്നുണ്ട്. അത് വളരെ ശുഭമായിട്ടുള്ള വാർത്ത, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച്, ഈ ഒരു പുതിയ തുടക്കത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലായിട്ടാണ് നിങ്ങൾ ഒരു പുതിയ തുടക്കം ആഗ്രഹിച്ച് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു ഏരിയനെ കുറിച്ചിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ബേസ് ചെയ്തിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, 1 മാസത്തിനുള്ളിൽ എന്നാണ് ഞാൻ കേൾക്കണത്. അപ്പോൾ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം.
എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പുതിയ തുടക്കത്തിലൂടെ നിങ്ങൾ ഒരുപാട് സാമ്പത്തികമായിട്ട് ഭദ്രത നിങ്ങളുടെ ലൈഫിലുണ്ടാവും, സാമ്പത്തിക സമൃദ്ധിയും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ടൊരു ഉന്നമനം നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എങ്കിൽ അത് വരുന്നുണ്ട്. ഇപ്പം അതിനായിട്ട് പ്രത്യേകം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷെ നിങ്ങളിങ്ങനെ ഒരു പുതിയ തുടക്കത്തിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ വരുന്ന ഒരു ബോണസായിട്ട് കണക്കാക്കാം. സാമ്പത്തിക ഭദ്രത ഉറപ്പായിട്ടും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഫാമിലിയോട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മാത്രം ഉയർന്നാൽ പോരാ, എൻ്റെ ഫാമിലിയും എന്നോടൊപ്പം തന്നെ ഉയരണം അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫൈനാൻഷ്യൽ എന്താ പറയണ്ടേ, അബണ്ടൻസ്, ഓക്കെ, അത്രയും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, ഓക്കെ, നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ഇൻറ്റ്യൂഷനാണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉണ്ണിക്കണ്ണൻ നിങ്ങളോട് പറയണത് കേട്ടോ. നിങ്ങളിത് മാനിഫെസ്റ്റ് ചെയ്യാത്ത തരത്തിൽ, അപ്പോൾ നിങ്ങൾക്ക് ഈ പുതിയ തുടക്കം വേണമെന്നുള്ളത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഉണ്ണിക്കണ്ണൻ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ ശ്രദ്ധ തിരിയരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ തിരിയരുത്. ചിലപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായേക്കാം. ഓക്കെ, അപ്പോൾ പക്ഷേ അവിടെ നിങ്ങളുടെ ശ്രമം എന്തായിരിക്കണം എന്ന് വെച്ചാൽ ഈ ഒരു ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് എന്നാണ് പറയണത്. ഓക്കെ, എനിക്ക് കിട്ടുന്നത് കൂടുതലും ജോലി സംബന്ധമായിട്ടാണ്. ഓക്കെ, ഫസ്റ്റ് ഫയലും എനിക്ക് അങ്ങനെ തന്നെ കിട്ടിയത് ജോലി സംബന്ധമായിട്ടാണ് ഞാൻ കാണുന്നത്. ബിസിനസ് പരമായിട്ടോ ജോലി സംബന്ധമായിട്ടോ ആണ് നിങ്ങൾ ഈ ഒരു പുതിയ തുടക്കം മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേക ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും, അത് വെച്ചിട്ടായിരിക്കും നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് ശ്രദ്ധ തിരിക്കണ പോലെ അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പോലെ വേറെ അവസരങ്ങൾ കാണുമ്പോൾ ഇനി അത് നോക്കിയാലോ അല്ലെങ്കിൽ ഇത് നോക്കിയാലോ എന്നങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ നിങ്ങളത് ഓൾറെഡി ഒരു മനസ്സിലൊരു ലക്ഷ്യം വെച്ചിട്ടാണല്ലോ വർക്ക് ചെയ്യണത്, അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാതിരിക്കുക. ഓക്കെ, അതാണ് പറയണത്. കാരണം നിങ്ങൾ എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യണത്, ആ ലക്ഷ്യത്തിലെത്തിയാലാണ് നിങ്ങൾക്ക് എന്താ പറയുക, അതാണ് നിങ്ങൾ ശരിയായിട്ട് അർഹിക്കുന്ന ഒരു എന്താ പറയണ്ടേ, അതാണ് നിങ്ങൾ അർഹിക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യം വെച്ച് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഒരു നിങ്ങളുടെ പെർട്ടിക്കുലർ ഗോൾ ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അർഹിക്കുന്നത്. അതിലൂടെ നിങ്ങൾ കൂടുതലും നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ എന്താ പറയുക, സമാധാനവും നിങ്ങൾ അനുഭവിക്കും, ഒരു ബാലൻസും നിങ്ങൾ അനുഭവിക്കും. ഓക്കെ, അതുമാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക, മുന്നേ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് കുറച്ച് മനസ്സിൽ അത്ര സുഖമുള്ള അനുഭവങ്ങളല്ല ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിനെ വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കുറേ ഹാർഡ് വർക്ക് ചെയ്തു പക്ഷേ അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് കുറച്ച് അനുഭവങ്ങളും കൂടി ഉണ്ടാവുകയാണ്. അങ്ങനത്തെ എന്തെങ്കിലും അവസരത്തിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്യുന്ന തരത്തിൽ, അതിൽ നിന്നൊക്കെ മുക്തി നേടുന്ന തരത്തിലുള്ള ഒരു എന്താ പറയുക എനർജിയാണ് ഈ ഒരു ലക്ഷ്യം നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്താണോ ആ ഒരു ഗോൾ അത് അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ റൊമാൻറ്റിക് സെൻസിലാണ് കേട്ടോ നമ്മൾ പറയണത്. നിങ്ങൾക്കൊരു വ്യക്തിയോട് വളരെയധികം ഒരു അടുപ്പം തോന്നുക, വളരെയധികം ഒരു ഇഷ്ടം തോന്നുക, പക്ഷേ ആളോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കണ്ണൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു വ്യക്തിയുടെ കൂടെ, ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾ ഫാമിലിയിലത്തെ ഒരു അംഗം തന്നെയാണ്. അപ്പോൾ ഒരു സോൾമേറ്റ് തന്നെയാണ് നിങ്ങളുടെ. അപ്പോൾ ആ വ്യക്തിക്കും ഫീലിങ്സ് ഉണ്ടെന്നാണ് ഇവിടെ 2 ഓഫ് കപ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ നിങ്ങൾക്ക് തോന്നുന്ന ഈ ആകർഷണം, നിങ്ങൾക്ക് തോന്നുന്ന ഈ ഒരു എന്താ പറയേണ്ട ഒരു അടുപ്പം, ഒരു വല്ലാത്തൊരു എന്താ പറയുക, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു അടുപ്പം തോന്നുന്നുണ്ടല്ലോ ഈ വ്യക്തിയോട്. ചിലപ്പോൾ ഒട്ടും പരിചയമില്ലാത്ത ആളായിരിക്കും, പക്ഷെ എന്നാലും നിങ്ങൾക്ക് വല്ലാത്തൊരു സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ അത് പറയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരേ സോൾ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ആളുകളാണ്. ഓക്കെ, സോൾമേറ്റ്സ് ആണ്, അതുകൊണ്ടാണ് അത് വരുന്നത്. അപ്പോൾ അവിടെ ഒരു ന്യൂ ബിഗിനിങ്, ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്. അതായത് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിന് സാധ്യത വളരെയധികം കാണുന്നുണ്ട്. അതാണ് ഒന്ന് നിങ്ങളോട് ജന്മാഷ്ടമിയായിട്ട് കൃഷ്ണന് പറയാനുള്ളത്. അപ്പോൾ മിക്കതും ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒന്ന് സംസാരിക്കുകയോ അവർക്കുള്ള ഫീലിങ്സ് നിങ്ങൾ അറിയിക്കുകയോ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഫീലിങ്സ് അറിയിക്കാനായിട്ടൊരു അവസരം കിട്ടുകയും ചെയ്യും. ചിലർക്ക് ഈ വ്യക്തിനെ ഓൾറെഡി അറിയാം എന്നാണ് കാണുന്നത്. ഓക്കെ, ഓൾറെഡി അറിയുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് കാണുന്നത്.
നിങ്ങൾക്ക് പരിചയമുണ്ട് അങ്ങനെ. എന്നാൽ ചില ആളുകൾക്ക്, ചില കളക്റ്റീവിന് ഞാൻ കാണുന്നത് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ പരിചയപ്പെട്ടാലും നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് അറിയുന്നൊരു വ്യക്തി എന്ന് തോന്നുന്നുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ന്യൂ ബിഗിനിങ് ആണ് പറയുന്നത്. ഇതൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒന്നാണെന്നാണ് ഞാൻ കാണുന്നത്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത്, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത നേരത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അറിയുന്ന വ്യക്തിയാണെങ്കിലും കൂടിയും അവരായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടുന്നത് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തപ്പോഴായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് ഈ അവരുടെ ഫീലിങ്സിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നേരത്തോ സമയത്തായിരിക്കും. പക്ഷെ അതൊരു വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കും. ഓക്കെ, ഒരു ഇക്വാലിറ്റി കാണുന്നുണ്ട്. ആരും മുകളിലും താഴുന്നായിരിക്കില്ല ഈ കണക്ഷനിൽ. രണ്ടുപേരും തുല്യമായിട്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതും ബഹുമാനിക്കുന്നതും ഒക്കെ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കണക്ഷനായിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഈ കാർഡിൻ്റെ എനർജിയിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, മുന്നേ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഒന്നും വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് കഴിഞ്ഞു പോയ ചില ബന്ധങ്ങളുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ട് താല്പര്യമില്ലാണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സാഹചര്യം കൊണ്ട് മുന്നോട്ട് പോകാത്ത ബന്ധങ്ങളുണ്ടല്ലോ, അതിൻ്റെ ബേസിൽ ഇതിനെ വിലയിരുത്താതിരിക്കുക. ഇതൊരു ന്യൂ എനർജിയാണ്, മൊത്തത്തിൽ പുതിയൊരു എനർജി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിൽ വിലയിരുത്താണ്ടിരിക്കുക. ഓക്കെ, അതെ കണ്ടു. ആ പാസ്റ്റിലത്തെ ഹാർട്ട് ബ്രേക്സിൻ്റെ ബേസിൽ ഇതിനെ വിലയിരുത്തരുത്, അല്ലെങ്കിൽ ഇതിനെ വേണ്ടാന്ന് വെക്കരുത്. അത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അതിൽ നിങ്ങൾ കുറേ പാഠങ്ങൾ പഠിച്ചു ഇല്ലേ? അപ്പോൾ ഇനി ഇത് പുതിയൊരു കണക്ഷനാണ്. ഇത് നിങ്ങൾ ദയവേത് നിങ്ങൾ ഇതിനൊരു അവസരം കൊടുക്കണം, ഈ ഒരു റിലേഷൻഷിപ്പിന് അവസരം കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് 7 ഓഫ് കപ്സ്, 3 ഓഫ് വോൺസ്, സ്ട്രെങ്ത്, ജഡ്ജ്മെൻറ്റ്. ഓക്കെ, പിന്നെ 2 കാർഡ് ഏസ് ഓഫ് വോൺസും എംപ്രസ്സാണ്. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ്, ലാക്ക് ഓഫ് ക്ലാരിറ്റി, അപ്പോൾ നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് വൈസോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് മുഴുവനായിട്ടും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, അങ്ങനത്തെ ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനുള്ള ഒരു വഴിയാണ് ഒരുങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങൾ എന്താണോ അതൊക്കെ ലഭിക്കും എന്നാണ് പറയണത്. പിന്നെ മാത്രമല്ല, നിങ്ങളായിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതും കൂടെ ഇവിടെ കൃഷ്ണൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളായിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത് നിങ്ങളായിരിക്കുമ്പോൾ തന്നെ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് നടക്കില്ല എന്നാണ് പറയണത്. അതുപോലെ നിങ്ങളുടെ എന്താ പറയുക, ഈ ഒരു ചേഞ്ച്, ഈ ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്ന് പറയുന്നുണ്ടല്ലോ, അത് നിങ്ങളുടെ എന്താ പറയേണ്ടത്, ഡെസ്റ്റിനിയിൽ എഴുതിയിട്ടുള്ളതാണ്. അത് നടക്കേണ്ടതാണ്. ഈ ഒരു ചേഞ്ചിലൂടെ ഒരുപാട് എന്താ പറയേണ്ടത്, വളർച്ച, അത് നിങ്ങൾ ആസ് എ പേഴ്സൺ, നിങ്ങൾ വ്യക്തിപരമായിട്ട് ഒരുപാട് നിങ്ങൾക്ക് വളർച്ച ഉണ്ടാവും. കൂടാതെ നിങ്ങളുടെ സാമ്പത്തികമായിട്ടാണെങ്കിലും നിങ്ങളുടെ എന്താ പറയേണ്ടത്, ബാക്കി ലൈഫിൽ ബാക്കി എല്ലാ മേഖലകളിലും ഒരുപാട് ചേഞ്ചസ് നിങ്ങൾ കാണും, ഒരുപാട് മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ നിങ്ങൾ കാണും. കൂടാതെ എംപ്രസ് കാർഡ് വെച്ചിട്ട് കാണുന്നത് വളരെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു പുതിയ അധ്യായമായിരിക്കും. ഇപ്പോൾ ഈ ജന്മാഷ്ടമിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ആ ഒരു ന്യൂ ബിഗിനിങ് വരുന്നത് എന്താ പറയുക, നിങ്ങൾക്കൊരുപാട് ഗുണം നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകേണ്ടതില്ല. അത് എന്നിട്ട് പറയും, നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോകാതിരിക്കുക, നിങ്ങളതിനെ ചേസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായാലും നടക്കും. കാരണം നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമിക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ അതെന്തായാലും അതിൻ്റെ നടക്കേണ്ട സമയത്ത് നടക്കും എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ എത്രത്തോളം ആ ഒരു വിശ്വാസത്തിൽ, ആ എനർജിയിൽ ഇരിക്കുന്നോ അത്രയും സ്പീഡിലാണ് ഈ ഒരു ന്യൂ ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ജന്മാഷ്ടമി സ്പെഷ്യലായിട്ട് കൃഷ്ണനെ, ഉണ്ണിക്കണ്ണനെ നിങ്ങളോട് പറയാനുള്ളത്. ഇത് നിങ്ങളായിട്ട് റെസനേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ കമൻസിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടാരോ ടോപ്പിക് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് റീഡിങ് വേണം, മലയാളത്തിൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിലും കമൻസിൽ അറിയിക്കുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഇമെയിൽ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി വേറൊരു റീഡിങ്ങിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ജന്മാഷ്ടമി ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ, പയൽ 3. അപ്പോൾ നിങ്ങൾ ഈ ഒരു പയലാണ് എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ ഗ്രൂപ്പ് 3യിൽ വരുന്നവരാണ്. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം ജന്മാഷ്ടമിയായിട്ട് എന്താണ് കൃഷ്ണനെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഓക്കെ, നിങ്ങളോട് കണ്ണൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എല്ലാം എന്താ പറയുക, ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാം നേരെ വിപരീതമായിട്ടാണ് നടക്കുന്നത്. ഒക്കെ എന്താ പറയുക, തകർന്ന് ഓരോന്നായിട്ട്
ആകെ എന്താ പറയുക വളരെ അസ്വസ്ഥമായ ഒരു അന്തരീക്ഷമാണ് എനിക്കിപ്പോൾ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ കറൻ്റ്ലി. ഓക്കെ, അതൊരു ടവർ മൊമെൻ്റ് ആണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഇനി നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ അതിലേക്ക് എന്താ പറയണ്ടേ, കടക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇനി മുന്നോട്ട് പോകാൻ പാടില്ലാത്ത ചില എനർജീസ്, അതായത് ചില മനുഷ്യരാവാം, ചില സിറ്റുവേഷൻ ആവാം, ഓക്കെ, ചില സാഹചര്യങ്ങളാവാം, എന്ത് തന്നെയാണെങ്കിലും അതിനെല്ലാം കൃഷ്ണൻ എടുത്തു മാറ്റുകയാണ്. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരാനായിട്ടൊരു സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദയവ് ഇത് എന്താ പറയുക, നിങ്ങൾ വിചാരിച്ചൊന്നും നടക്കണില്ലല്ലോ, എല്ലാം നശിക്കുകയാണല്ലോ, അല്ല അങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടല്ലോ, അത് ഒട്ടും അങ്ങനത്തെ തോട്ട്സ് വരുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കാണ്ടിരിക്കുക. അത് നിങ്ങളുടെ ഉള്ളിലത്തെ ആ ഒരു പേടി, നിങ്ങളുടെ ഉള്ളിലത്തെ ആ ഒരു ടെൻഷൻ കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പോൾ അതിനെ നിങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആ ഒരു എനർജിയിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. കൂടുതൽ നെഗറ്റീവ്സ് ചിന്തിക്കുന്നത് കാരണം കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ ടവർ മൊമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ആവശ്യമില്ലാത്ത ആളുകളെയും ബന്ധങ്ങളെയും സാഹചര്യങ്ങളെയും ഈശ്വരൻ എടുത്തു മാറ്റുകയാണ്. ഓക്കെ, അതാണെന്ന് മനസ്സിലാക്കാനാണ് കൃഷ്ണൻ പറയണത്. ഇതോടുകൂടെ ഇത് അവസാനിക്കുകയാണ് ഈ ഒരു ചാപ്റ്റർ. നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് എന്താ പറയുക, നിങ്ങൾക്ക് ഒരുപാട് ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊന്നും നിങ്ങൾ ആഗ്രഹിച്ച പോലെ പോയിട്ടില്ല. ഓക്കെ, കുറേ നിരാശകൾ ഉണ്ടായിട്ടുണ്ട്, കുറേ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ചാപ്റ്ററിലാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമയത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. ആ ഒരു സമയം അവസാനിക്കുകയാണ്. അപ്പോൾ എന്തൊരു കാര്യം അവസാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഇത്തിരി മോശമായ സമയം അവസാനിക്കുമ്പോൾ അതിൻ്റെ തീവ്രത കൂടും. അതാണ് ഇപ്പോൾ നടക്കുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ ടെൻഷൻ അടിക്കേ വേണ്ട, ഇനി അങ്ങോട്ടും ജീവിതം എങ്ങനെയായിരിക്കും അങ്ങനെയൊന്നും വിചാരിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കാരണവശാലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ചിന്തകൾ പ്രോത്സാഹിപ്പിക്കരുത്. അങ്ങനത്തെ ചിന്തകൾ വന്നാൽ അപ്പം തന്നെ കരുതി കൂട്ടി നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചിന്തിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു സിനിമ കാണുക, അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ഭാഗം കാണുക, അങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യണം നിങ്ങൾ സ്വയം. അങ്ങനെ ആകുമ്പോഴേ നിങ്ങളുടെ മനസ്സ് പിന്നെ സ്വാഭാവികമായിട്ട് നല്ല നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങുള്ളൂ. നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു പ്രത്യേക ലക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങളത് എന്തായാലും നേടിയെടുക്കും. 6 of Wands എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര്, പ്രശസ്തി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതാണ്. ഇപ്പോൾ വിജയം ഉണ്ടാവുക, സക്സസ് ഉണ്ടാവുക, അതിൻ്റെ കൂടെ പേരും പ്രശസ്തിയും കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായാലും വരും എന്നുള്ളതാണ് പറയുന്നത്. അതിലേക്കാണ് നിങ്ങൾ പോണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കണ പോലെ ജീവിതമാകെ താറുമാറാവല്ല ചെയ്യണത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ് നിങ്ങളിലേക്ക് വരാൻ പോണത്. അപ്പോൾ നിങ്ങൾ എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ വ്യൂസും കൂടുതൽ ഫോളോവേഴ്സും കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ഒക്കെ കിട്ടാൻ നല്ല നല്ല സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വിജയം നിങ്ങൾ കാണുന്നുണ്ട്. അല്ല വേറെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടേതായൊരു വലിയൊരു വിജയമാണ് നിങ്ങൾ ആഘോഷിക്കാൻ പോണത്. ഓക്കെ, വളരെ വളരെ പെട്ടെന്ന് തന്നെ. ഇനി നിങ്ങളൊരു യാത്രയോ അല്ലെങ്കിൽ വേറൊരു നാട്ടിലേക്ക് മാറി താമസിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ റീലൊക്കേഷനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും സംഭവിക്കുന്നുണ്ട്. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം നല്ലതെന്തോ വരാൻ പോകുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ നിങ്ങളുടെ പേടിയും ടെൻഷനാണ് നിങ്ങൾക്ക് തോന്നിപ്പിക്കണത് എല്ലാം താറുമാറാവാണ്, എല്ലാം താഴേക്ക് പോവാണ്, ഒന്നും ആഗ്രഹിച്ച പോലെ എല്ലാം നടക്കണം എന്നുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ കൃഷ്ണൻ എടുത്ത് ഊന്നി പറയണേ. അത് നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ്, നിങ്ങളുടെ ഭയം കൊണ്ടുണ്ടാകുന്ന ചിന്തകൾ മാത്രമാണ്. അതല്ല ശരിക്കും സംഭവിക്കാൻ പോണത്. നിങ്ങളുടേതായൊരു വിജയമാണ് വരാൻ പോണത്. നിങ്ങൾക്ക് പേരും പ്രശസ്തിയാണ് ഉണ്ടാകാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ ജീവിതം വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനാണ് പോണത്. ഓക്കെ, കുറേ വളർച്ച, പ്രോഗ്രസ്, എക്സ്പാൻഷനൊക്കെയാണ് ഉണ്ടാകാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ ആ ഉള്ളിലത്തെ ഒരു ഗട്ട് ഫീലിംഗ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ നമ്മുടെ ആ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫീലിംഗ്, ഓക്കെ, ആ ഇൻറ്റ്യൂഷൻ, അതിന് ശ്രദ്ധിക്കുക. അല്ലാതെ ഈ വേണ്ടാത്ത നെഗറ്റീവ് ചിന്തകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് കൃഷ്ണൻ പറയുന്നത്. ഇതാണ് നിങ്ങൾക്കുള്ള ജന്മാഷ്ടമി സ്പെഷ്യൽ ഗൈഡൻസ്. നിങ്ങളായിട്ടത് റെസനേറ്റ് ചെയ്തു എന്ന് വിചാരിക്കണോ? നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻസിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ ടാരോ റീഡിംഗ് വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.